RobMyShowയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കൊച്ചിയിലാണുള്ളത്. പുതിയൊരു അതിഥിയെ പരിചയപ്പെടാൻ വേണ്ടിയാണ്. കേരളത്തിൻ്റെ റോഡുകളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം എന്ന് പറയുന്നത് ടിപ്പറായിരിക്കും. പക്ഷേ നിങ്ങൾ ശരിക്കും ഒന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വാഹനം, ഏതെങ്കിലും പൂമരച്ചോട്ടിൽ നമ്മളെയും കാത്തു നിൽക്കുന്ന ഏമാന്മാർ, അതുപോലെ ഏതെങ്കിലും കുറുക്ക് വഴികൾ കൂടെ പോകുമ്പോൾ അവിടെ കാത്തിരിക്കുന്ന ആ ഒരു ബൊലേറോ, ആ ഒരു ബൊലേറോ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആന്തലുണ്ടാക്കുന്നതാണ്. കാരണം ആന്തലുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ പുക സർട്ടിഫിക്കറ്റ് കറക്റ്റാണോ അല്ലെങ്കിൽ മറ്റുള്ള രേഖകൾ കറക്റ്റാണോ എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരേ ഒരു വണ്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മഹേന്ദ്രയുടെ ബൊലേറോയാണ്. അപ്പോൾ അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു രൂപം, പേടിപ്പെടുത്തുന്ന എന്ന് പറയുന്നത് അതിനൊരു പ്രൗഢിയുണ്ട്, ഒരു രാജകലയുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പേടിപ്പെടുത്തുന്ന രൂപം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറി കുറച്ചും കൂടെ ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ മഹേന്ദ്രയുടെ മോഡൽ വന്നിരിക്കുകയാണ്. മഹേന്ദ്ര ബൊലേറോ നിയോ എന്നാണ് ഇതിൻ്റെ പേര്. തൊട്ട് പുറകിൽ കിടക്കുന്ന വാഹനമാണ്. നമുക്കറിയാം ബൊലേറോ, നമുക്ക് പോലീസിൻ്റെ ബൊലേറോ വാഹനമൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക ഡിസൈൻ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു രൂപമാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി കുറച്ചും കൂടെ ഒരു പുതിയ ലുക്കിലേക്ക് ബൊലേറോ നിയോയെ കൊണ്ടുവന്നിരിക്കുകയാണ്. BS6 മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വാഹനത്തിന് 4 വേരിയൻറ്റുകളാണ് പൊതുവേ ഉള്ളത്. അതിനെ നമ്മൾ പറയുന്നത് N4, N8, N10, അതുപോലെ തന്നെ N10ൻ്റെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന N10 എന്ന് പറയുന്ന വേരിയൻ്റാണ്. അപ്പോൾ ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ബൊലേറോ നിയോയിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. 1945 ഒക്ടോബർ 2 മഹേന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 1947 ഇത് 3 പേരാണ് ഇത് വാഹനത്തിൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഉരുക്ക് കമ്പനിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് 1947 ആകുമ്പോൾ ഗുലാം മുഹമ്മദ് എന്ന് പറയുന്ന ഇവരുടെ പാർട്ട്ണർ, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പാകിസ്ഥാനിലേക്ക്, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേന് പാകിസ്ഥാനിലേക്ക് പോവുകയും അങ്ങനെ വാഹനത്തിൻ്റെ പേര് വീണ്ടും കമ്പനിയുടെ പേര് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് മുതൽ അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ലോകത്ത് 2ാം ലോക മഹായുദ്ധം ഉണ്ടാകുന്ന കാലത്ത് നമുക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് വില്ലീസിൻ്റെ ജീപ്പ്. അപ്പം മഹീന്ദ്രയ്ക്ക് വില്ലീസിൻ്റെ ജീപ്പിൻ്റെ പേറ്റൻറ്റും കൂടെ ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പം അന്ന് മുതൽ മഹീന്ദ്ര ഇന്ത്യയിൽ വില്ലീസിൻ്റെ ജീപ്പുകൾ അവരുടെ ലൈസൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അപ്പം ഈ ഒരു വാഹനത്തിനെ നോക്കിക്കഴിഞ്ഞാൽ മഹേന്ദ്രയുടെ കുടുംബത്തിലെ ഒരു സിഗ്നേച്ചർ ഗ്രില്ലാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സിഗ്നേച്ചർ ഗ്രില്ല് എന്ന് പറയുമ്പോൾ ഒരു 7 സ്ലോട്ട് ഗ്രില്ലാണ്. പക്ഷേ പഴയ നമുക്ക് ജീപ്പ്, നമ്മുടെ സാധാരണ മറ്റേ CDI MDI വാഹനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും 7 സ്ലോട്ട് ഗ്രില്ലാണ് വരിക. ഇതിനകത്ത് 7 സ്ലോട്ടാണ്. പക്ഷേ കുറച്ച് ഡിസൈനിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 7 സ്ലോട്ട്സ് എന്ന് പറയുമ്പം 1, 2, 3, 4, 5, 6, 7 വരുന്നത്. അപ്പോൾ നടുക്കത്തെ സ്ലോട്ടിന് കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട്. അതാണ് പുതിയൊരു ഗ്രില്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫാമിലി ഗ്രില്ലായിട്ടാണ് വരുന്നത്. TUV-ലൊക്കെ ഇതേ ഗ്രില്ല് തന്നെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഗ്രില്ല് കാണുമ്പോൾ നമുക്കൊരു TVയോട് സാമ്യം തോന്നുമെങ്കിലും വാഹനം എൻ്റെയിൽ ഡിഫറെൻ്റ് ആണ്. BS6 ബൊലേറോ കുറച്ചും കൂടെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നൊരു കാഴ്ചയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. കാരണം പുതിയൊരു ഡിസൈൻ എപ്പോൾ വന്നാലും അത് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറാനായിട്ട് കുറച്ച് സമയം എടുക്കും. പൊതുവേ അങ്ങനെയാണല്ലോ. കാരണം പുതിയ കാലഘട്ടത്തിൻ്റെ ലുക്കിലേക്ക് ഏത് വാഹനം മാറിയാലും നമുക്ക് ആ പഴയത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഫീല് തോന്നത്തില്ലെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് പുതിയ ഫീല് തന്നെയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ലുക്ക്, കാരണം ഈ ഒരു ബൊലേറോയുടെ ലുക്ക് മാറുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് പറയാനായിട്ട് വരുന്നത്. ഇതിൻ്റെ ഹുഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോഡർ ആയിട്ടുള്ള ഹുഡാണ്. പിന്നെ ഇവിടെ 2 ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 7 സീറ്റർ SUV ആയിട്ടാണ് വാഹനം വരുന്നത്. അപ്പോൾ നമ്മൾ ഗ്രില്ലിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് നമുക്കിനി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീതിയായിട്ടുള്ള ഒരു വിൻഷീൽഡും പാനലും ആ ഒരു ഏരിയ നമുക്ക് കാണാം. തൊട്ട് താഴെ തന്നെയായിട്ട് വാഹനത്തിൻ്റെ വൈപ്പേഴ്സ് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ് കഴുകാനുള്ള നോസിലൊക്കെ ബോണറ്റിൽ കൊടുക്കാതെ അകത്ത് തന്നെ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ബോണറ്റൊക്കെ നല്ല വീതിയുള്ള ബോണറ്റാണ്. ഇവിടെ നമുക്ക് ക്യാരക്ടർ ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതൊരു 7 സീറ്റർ SUV ആണ്. SUVയുടെയൊക്കെ ഹുഡ് വരുമ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള ക്യാരക്ടർ ലൈൻസ് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഒരു ഭംഗിയെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സ്ലോട്ടിൻ്റെ കാര്യങ്ങൾ ഗ്രില്ലിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
ഇവിടെ നമുക്ക് മഹേന്ദ്രയുടെ ലോഗോ നമുക്കിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പുകളിലേക്ക് വരാം. ഹെഡ് ലാമ്പ് വരുമ്പം സാധാരണ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടിയുടെയും LED ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഹാലജൻ ലൈറ്റ്സ് തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. പക്ഷേ അതിന് പകരം ഇവിടെ ഒരു നമുക്കൊരു ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് DRL പ്ലസ് ഒരു പാർക്ക് ലാമ്പ് നമുക്കിവിടെ കാണാം. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഇതൊരു സ്റ്റാറ്റിക് ബെൻഡിങ് ഹെഡ് ലാമ്പുകളാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോൺട്രിങ് എബിലിറ്റി ഉള്ള നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുമ്പോൾ ആ സൈഡിലേക്ക് ലൈറ്റ്സ് കൂടുതൽ കിട്ടത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റീസാണ് ഉള്ളത്. നമ്മളിപ്പോൾ എല്ലാ വണ്ടികളിലും കാണുന്നതാണ്. അത് ഈ ഒരു SUV-യിലും കൊണ്ടുവരുന്നതെന്നുള്ളതാണ് അതിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. താഴെ നമുക്ക് ഫോഗ് ലാംപ്സ് കാണാം. ഹെഡ് ലാംപ്സിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഫോളോ മീ ഹെഡ് ലാംപ്സ് ആണ് ഏറ്റവും ടോപ്പ് എൻ്റെ വേരിയലിലൊക്കെ വരുന്നത്. പിന്നെ ഗ്രില്ലിൻ്റെ താഴെയായിട്ട് തന്നെ നമുക്കൊരു എയർ ഡാം കാണാം. എയർ ഡാമിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഹണികോമിൻ്റെ ഒരു ഗ്രില്ലാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴോട്ട് വരുമ്പോഴത്തേന് നമ്പർ പ്ലേറ്റ് വയ്ക്കുന്ന ഭാഗമുണ്ട്. അവിടെ 2 കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഗ്രില്ലിസ് ഈ മൊത്തം ബമ്പർ എന്ന് പറയുന്നത് ഒരു എക്സ് ഷേപ്പിലാണ്, എക്സ് എന്ന് പറയുന്ന ഷേപ്പിലാണ് ഉള്ളത്. ഇതേ ഡിസൈൻ തന്നെ ഇവർ ബാക്കിലേക്ക് വരുമ്പോഴും അവിടെയും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് ബാക്ക് കാഴ്ചകൾ കാണിക്കുമ്പോൾ കാണാം. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഒരു സ്കിഡ് പ്ലേറ്റും ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പം കാഴ്ചയിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതിയ നിയോയ്ക്ക് ഒരു പുതിയ ഒരു തലം തന്നെ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ലുക്സ് കുറച്ചുകൂടെ ക്യൂട്ടർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫാമിലീസിന് പറ്റുന്ന ഒരു വാഹനമായിട്ട് മാറി. 7 സീറ്റർ വാഹനം, നമ്മൾ കുട്ടികളും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ ഒക്കെ ചേർന്നാൽ ഒരു 7 സീറ്റർ ആപ്റ്റായിട്ടുള്ള 7 സീറ്ററായിട്ട് ഇത് വാഹനം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വശക്കാഴ്ചകളിലേക്ക് പോകാം. വാഹനത്തിൻ്റെ വശക്കാഴ്ചകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഒരു ഫുൾ ബോഡി അഡ്വാൻസ്ഡ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലാഡർ ഷാസിയാണ് വരുന്നത്. ലാഡർ ഷാസിക്കകത്ത് നമ്മൾ 3rd ജനറേഷൻ സ്കോർപിയോയുടെ ഷെല്ലാണ് വാഹനത്തിന് വരുന്നത്. അപ്പം ഏറ്റവും സേഫ്റ്റി ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു ബോഡി അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള റിജിഡായിട്ടുള്ളൊരു ബോഡിയാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും അതിൻ്റെ വീലാർക്കുകളും അതുപോലെ തന്നെ ആ ടയറും ഒക്കെ നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് തന്നെ പതിയുന്നുണ്ട്. ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങിൻ്റെ ഒരു ആലേഖനത്തോടു കൂടി നമുക്കൊരു വീലാർക്ക് പ്ലസ് അത് നേരെ റണ്ണിങ് ബോർഡിൽ കഴിഞ്ഞ് ഏറ്റവും ബാക്ക് വരെ ആ ഒരു ഡിസൈൻ പോകുന്നുണ്ട്. ടയറിനകത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വീൽ ഡിസ്കുകൾ കാണാം. കുറച്ചേറെ സൈസുള്ള വീൽ ഡിസ്കുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയുണ്ട്. കോർണർ ബ്രേക്കിംഗ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടെ കൊടുത്തിട്ടുണ്ട്. വളവുകളിലൊക്കെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് കിട്ടാൻ വേണ്ടിയുള്ള സിസ്റ്റമൊക്കെ മഹീന്ദ്രയുടെ ബൊലേറോ നിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പുതുതായിട്ട് വന്ന വ്യത്യാസങ്ങളാണ്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഫെൻഡർ പോസ്റ്റിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് സ്ട്രിപ്പ് അങ്ങേറ്റം വരെ ബാക്ക് വരെ പോകുന്നുണ്ട്. അത് നമ്മുടെ ഈ ഡോർ ഹാൻഡിൽസിനെയൊക്കെ തഴുകിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നത് 5 കളേഴ്സിലാണ്. ഇതിപ്പോൾ ഒരു വൈറ്റ് കളറിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മിറേഴ്സ് എടുത്ത് നോക്കിയാലും 2 ഡിസൈനിലാണ് വരുന്നത്. ഇവിടെ മുകളിൽ ബോഡി കളേർഡും താഴെ ബ്ലാക്കിൻ്റെ ഒരു ഇതിലുമാണ് വരുന്നത്. ഈ ഒരു വശത്തായിട്ട് നമുക്ക് സാധാരണ നോർമൽ രീതിയിലുള്ള ഒരു ടേൺ ഇൻഡിക്കേറ്റർ ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ ഗിമിക്സ് ഒന്നും കൊടുത്തിട്ടില്ല. നോർമലായിട്ട് ആ വാഹനത്തിൻ്റെ ഭംഗി കനങ്ങുന്ന രീതിയിലുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ആണെങ്കിൽ ഫുഡ് സ്റ്റെപ്പ് കാണാം. വാഹനത്തിൻ്റെ ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രായമുള്ളവർക്കും ഒക്കെ കുറച്ച് മുകളിലോട്ട് കയറാനായിട്ടൊരു സഹായമാകും. കാരണം നമ്മൾ ഹൈറ്റുള്ള ഒരു വാഹനമായതുകൊണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എക്സാക്ട്ലി സ്പെസിഫൈ ചെയ്തിട്ടില്ല. വാഹനം ഒരു സബ് 4 മീറ്റർ കാറ്റഗറിക്കകത്ത് വരുന്നത്, 4 മീറ്ററിനകത്ത് വരുന്നത്. 3995 mm ആണ് വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 1795 വാഹനത്തിൻ്റെ ഒരു ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു ഹൈറ്റ് വരുന്ന 1817 mm ഹൈറ്റാണ് മൊത്തം വാഹനത്തിന് വരുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ബാക്കിലേക്ക് വരുമ്പം ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. പിന്നെ ഒരു ഗ്ലാസ് ഏരിയയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എ പില്ലർ, ബി പില്ലർ ആൻഡ് സി പില്ലർ 3 നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു സാധാരണ ഒരു ഏരിയൽ ആൻറ്റിന് നമുക്ക് വാഹനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൽ നിന്നും അടുത്ത കാലത്തെങ്ങും ഒരു സൺറൂഫ് ഒന്നും വരുന്ന ലക്ഷണമില്ല. കുറച്ചുകൂടെ റഫ് ലുക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെയാണ് ഒരു വാഹനത്തിലെ സൈഡിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. എനിക്ക് ബാക്ക് വശത്തേക്ക് പോകാം. വാഹനത്തിൻ്റെ ബാക്ക് എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഏറ്റവും മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പോയിലർ കാണാം. ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ ഓൾറെഡി വാഹനത്തിനകത്ത് തന്നെ വരുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലെ ഗ്ലാസ് ഏരിയ കാണാം. ഡീഫോഗർ ഉണ്ട്. അതേപോലെ തന്നെ വൈപ്പേഴ്സ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ N10 വരുമ്പോൾ N10 വേറെ ഓപ്ഷനുണ്ട്. N10 ഓപ്ഷണൽ എന്നാണ് പറയുന്നത്. അതിനൊരു കൂടുതലൊരു ഫീച്ചറും കൂടെ ഉണ്ട്. MTT എന്ന് പറയും, മൾട്ടി ടെറൈൻ ടെക്നോളജി. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു 4 വീൽ ഡ്രൈവ് പോലെയുള്ള ഒരു മെക്കാനിസമാണ്. 4 വീൽ ഡ്രൈവ് അല്ല ആക്ച്വലി. ബാക്കിലെ ടയർ ഇപ്പം ഏതെങ്കിലും ഒരു കുഴിയിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു ടയറിന് കൂടുതൽ പവർ കൊടുക്കാനായിട്ട് പറ്റും. MTT ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ആ ടയർ സ്പിന്നാകാതെ പവർ കൊടുത്ത് മാറ്റാൻ പറ്റുന്നൊരു ടെക്നോളജിയാണ് MTT എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ടയേഴ്സ് ഓൾറെഡി മറ്റേ വാഹനത്തിനുണ്ട്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഞാൻ ആ ഫ്രണ്ടിലത്തെ ബമ്പേഴ്സ് പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞായിരുന്നു
ഇതിനകത്തൊരു എക്സ് ഷേപ്ഡ് ഗ്രില്ലാണ് കേട്ടോ. എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് വരുന്നത്. അതിനകത്ത് ബൊലോറോയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മഹേന്ദ്രയുടെ ഒരു ലോഗോ കാണാം. താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് സെൻസേഴ്സ് കാണുന്നുണ്ട്. ഈ വാഹനത്തിന് റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുറച്ച് സെൻസേഴ്സ് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുറകിലേക്ക് നമുക്ക് കയറാനുള്ള ഒരു ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മെയിനായിട്ടുള്ളൊരു ഘടകം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പ് ക്ലസ്റ്ററാണ്. ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പാർക്കും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ഇതൊരു 7 സീറ്റർ വെഹിക്കിളാണെന്ന് പറഞ്ഞു. ബാക്കിലാണ് ഇതിൻ്റെ 2 സീറ്റ്സ് വരുന്നത്. നമുക്കതൊരു ബൂട്ട് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 348 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് നോർമലി വരുന്നത്. പിന്നെ ഈ ചെയർസ്, ബാക്കിലെ ഈ റോ ചെയർസ് നമ്മൾ ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 540 ലിറ്ററിലേക്ക് നമുക്ക് ബൂട്ട് സ്പേസ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇവിടെ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ അകത്തേക്ക് തന്നെ വരുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിലൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ഇൻറ്റീരിയേഴ്സാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഒരു ബേജ് കളറുള്ള ഇൻറ്റീരിയേഴ്സാണ് വാഹനത്തിന് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അഡീഷണലി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇവിടെ ഈ ഡീസൽ ടാങ്കിൻ്റെ ഒരു ലിഡാണ്. ഈ വാഹനം എന്ന് പറയുന്നത് ഡീസലാണ്. അപ്പോൾ എഞ്ചിൻ സ്പെക്ക് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയാം. അപ്പം ഒരു 50 ലിറ്ററിൻ്റെ ടാങ്കാണ് വാഹനത്തിന് വരുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹുഡ് ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം. നല്ല വെയിറ്റുള്ളൊരു ഹുഡാണ്. കാരണം ഈ ഒരു വാഹനം ഇത് താറിലേക്ക് വരുമ്പോൾ 4 സ്റ്റാർ റേറ്റിംഗ് ആണ് വാഹനത്തിന് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം നിയർലി അതിനോടൊക്കെ സാമ്യമായിട്ടുള്ള ഒരു റേറ്റിംഗ് ആണ് വരുന്നത്. കാരണം ഇത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. വാഹനം ടെസ്റ്റ് ചെയ്യാൻ ഗ്ലോബൽ എൻകാപ്പ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇനി വാഹനത്തിൻ്റെ എഞ്ചിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഡ്യുവൽ ടർബോ ചാർജ് എഞ്ചിനാണ്. 1493 cc ആണ് വാഹനത്തിൻ്റെ ഒരു ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ വാഹനത്തിൻ്റെ പവർ റേറ്റിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 bhp ആണ്. നേരത്തെ വണ്ടി എന്ന് പറയുന്നത് ബൊലേറോ പഴയ വണ്ടി എന്ന് പറയുന്നത് 75 bhp ആണ്. ഇപ്പോൾ അഡീഷണലി ഒരു 25 bhp കൂടെ ചേർത്ത് 100 bhp ആണ്. അപ്പോൾ വണ്ടി നമുക്ക് 2 മോഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം. നോർമലി നമുക്ക് ഈ 100 bhp ഡൗൺ നമുക്ക് ഡ്രൈവ് ചെയ്യാം. കുറച്ചുകൂടെ കുറഞ്ഞ ഒരു 88 bhp എക്കണോമി മോഡും ഉണ്ട്. അത് വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് പറയാം. അപ്പോൾ ഈ വാഹനത്തിനൊരു പവർ റേറ്റിംഗ് പറയുകയാണെങ്കിൽ 260 Nm ടോർക്കാണ്, മാക്സിമം ടോർക്കാണ് വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡീസൽ വണ്ടിയാണ്. ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് മൈലേജ് എന്ന് പറഞ്ഞാൽ 17.6 കിലോമീറ്റർ മൈലേജാണ് ഈ വാഹനത്തിന് നൽകുന്നത്. നമുക്ക് ഇതൊക്കെയാണ് വാഹനത്തിന് എഞ്ചിനും അതുപോലെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി വാഹനത്തിന് ഇൻറ്റീരിയർ ആയിട്ടുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമ്മളിനി വാഹനത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഡോസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇൻറ്റീരിയേഴ്സ് കാണാം. ബാക്കിൽ നിന്ന് കാണിച്ചപ്പോൾ പറഞ്ഞ പോലെ ഒരു ബീജ് കളറാണ് മൊത്തം ഒരു ഇൻറ്റീരിയർ വരുന്നത്. ഇറ്റാലിയൻ ഇൻറ്റീരിയേഴ്സാണ് വരുന്നത്. വാഹനത്തിൻ്റെ നമ്മുടെ ഇവിടെ ഗ്രാബ് റെയിൽ എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആഷ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോർ ലോക്കുകളും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഒറ്റ മെറ്റീരിയലാണ്, പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ വാഹനത്തിൻ്റെ സ്പീക്കേഴ്സും ഒക്കെ ഇവിടെ ഡോറിൽ കൊടുത്തിട്ടുണ്ട്. 4 സ്പീക്കേഴ്സാണ് വാഹനത്തിന് വരുന്നത്. ഇവിടെ ട്യൂട്ടർ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ സീറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫാബ്രിക് ക്ലോത്ത് ആയിട്ടുള്ള സീറ്റുകളാണ് വാഹനത്തിന് വരുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു വണ്ടിയിലേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇൻറ്റീരിയർ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ഈ പുതിയ ബൊലേറോ നിയോയിലേക്ക് വരുമ്പോൾ കുറച്ചധികം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽസ് ഒന്നുമല്ല, നോർമൽ സ്റ്റിയറിംഗ് വീൽസ് ആണ് വരുന്നത്. എന്തിലും കുറച്ച് കൺട്രോൾസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. മീഡിയ കൺട്രോൾസ്, ഇവിടെ സമയത്ത് ഫോണൊക്കെ നമുക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് എടുക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ വശത്ത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ക്രൂയിസ് കൺട്രോൾ ഫെസിലിറ്റി വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ 2 എയർ ബാഗാണ് വരുന്നത്. ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്വിച്ചസ് കാണാം. മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ്. അതുപോലെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഈക്കോ എന്ന് പറയുന്നൊരു മോഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 100 bhp ഉള്ള വണ്ടി 88 bhpയിലേക്ക് കുറയ്ക്കുകയും അതുപോലെ നമുക്ക് കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് വാഹനം ഓടിക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഡീഫോഗറിൻ്റെ ഒരു സ്വിച്ച് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു ESS എന്ന് പറയുന്ന സ്വിച്ച് കാണാം, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് കൺട്രോൾ. അത് ഒരു മിനി ഹൈബ്രിഡ് ടൈപ്പാണ്. അതായത് നമ്മൾ ഈ ട്രാഫിക്കിലൊക്കെ വണ്ടി കൊണ്ട് കിടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വണ്ടി ഓഫായി പോകും. ഒരു നിശ്ചിത സെക്കൻഡ് കഴിയും വണ്ടി ഓഫായി പോകും. കാരണം ഫ്യൂവൽ നമുക്ക് ലാഭിക്കാൻ വേണ്ടി ഒടുക്കത്തെ വിലയാണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ വാഹനം ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബ്രേക്ക് അതുപോലെ നമ്മൾ ക്ലച്ച് ഒന്ന് പ്രസ് ചെയ്താൽ വീണ്ടും വാഹനം ഓണായിട്ട് വരുന്നതായിട്ട് കാണിക്കാം. AC-യുടെ വെൻസ് ഒക്കെ ഉണ്ട്, വളരെ മനോഹരമായിട്ടുള്ള വെൻസാണ്. നോർമൽ ഒരുപാട് വലിയ ഗിമിക്സ് ഒന്നും കൊടുത്തിട്ടില്ല, എന്നാലും നന്നായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ വാഹനത്തിൻ്റെ ക്ലസ്റ്റേഴ്സാണ് നോക്കുന്നത്. മനോഹരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ക്ലസ്റ്ററാണ് വരുന്നത്. നടുക്ക് നമുക്കൊരു 4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാം. കുറേ പാരാമീറ്റേഴ്സ് നമുക്ക് എല്ലാ വണ്ടികളിലുള്ള പോലെ കുറേ പാരാമീറ്റേഴ്സ് അവിടെയുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ഡയലാണ്. നല്ലൊരു ആംബിയൻസ് വളരെ നന്നായിട്ടുണ്ട്. ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ നടുക്ക് AC-യുടെ വെൻസ് ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്കിവിടെ നമുക്ക് രൂപമോ ബിംബോ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ്, അല്ല കുറച്ച് ചില്ലറ ഇടാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ നമുക്കവിടെ കാണാം.
പിന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, റേഡിയോ ഫോൺ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ. ഇതും ഒരു എന്താ പറയുന്നത്, ഒരു പുതിയ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ പുതിയ മാറ്റങ്ങളാണ് വാഹനത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. AC ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ACയുടെ സ്വിച്ചസ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ, USB ചാർജർ ഒക്കെ ഒരു ഓക്സിലറി ഇൻപുട്ട് എല്ലാം ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് നോബാണ് കാണുന്നത്, നോർമലായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് നോബാണ്. അതിനകത്ത് നമുക്കൊരു സിൽവർ ഫിനിഷിലുള്ള ഗിയേഴ്സാണ്. ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള ഒരു ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് വരുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ വിൻഡോയുടെ കൺട്രോൾസ് വാഹനത്തിൻ്റെ സെൻട്രൽ കൺസോളിലാണ് കൊടുത്തിരിക്കുന്നത്. അത് സാധാരണമായിട്ട് നമ്മൾ ഡോറിൽ കൊടുക്കേണ്ട ഒരു സാധനം ഇവർ ഇപ്പോഴും ഇതിനകത്ത് തന്നെ കണ്ടുകയാണ്, താറിനകത്തും ഇതേപോലെ തന്നെ കണ്ടുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഡിസൈൻ ഫിലോസഫി സൂക്ഷിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഒരു കാത്തു പരിപാലിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്, ബോട്ടിൽ ഹോൾഡറൊക്കെ നമുക്ക് കാണാം. പിന്നെ സീറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച ഒരു കംഫർട്ടബിലിറ്റി തരുന്ന സീറ്റ്സാണ്. തൈ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. ആംബ്രസ്റ്റുകൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. നമുക്കിവിടെ ഒരു ഇതിനകത്ത് നമുക്ക് വണ്ടിയുടെ ഒരു ഗ്ലൗ ബോക്സ് നമുക്കിവിടെ കാണാം. നോർമലായിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ്. വാഹനത്തിൻ്റെ റൂഫ് ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വാഹനത്തിൻ്റെ റീഡിംഗ് ലാമ്പുകൾ കാണാം, അതിൻ്റെ സ്വിച്ചസ് ആണ്. ഇതുപോലെ ഇവിടെ സൺഷെയ്ഡുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. ഓൾറെഡി നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്യൂട്ടേഴ്സ് നേരത്തെ നമ്മൾ സാധാരണ ആ A പില്ലറിൻ്റെ കോർണറിലാണ് ട്യൂട്ടേഴ്സ് വെക്കുന്നതെങ്കിൽ ഈ വാഹനത്തിൻ്റെ ട്യൂട്ടേഴ്സ് വരുന്നത് ഈ മൂലയിലാണ്, ഈ ഒരു പാഡിങ്ങിലാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്കിലെ ഒരു കാഴ്ചയിലേക്ക് പോകാം. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മികച്ച ഒരു ഇൻറ്റീരിയർ ഫീൽ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ നല്ല ഒരു വിസിബിലിറ്റി വാഹനത്തിനുണ്ട്. ഡ്രൈവിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാം. ഇത് ബാക്ക് സൈഡ് റോയിലേക്ക് പോകാം. നമ്മളിനി ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ടബിലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡോർ സ്റ്റോപ്പ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ചാടി കയറാം. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ ബൊലേറോ നിയോയുടെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ബാക്ക് സീറ്റിലെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഒരു ചാരം ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല തൈ സപ്പോർട്ട്സ് വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള സെൻട്രൽ ടണൽ വലിയതായിട്ട് ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു ഫ്ലാറ്റ് ബോട്ടമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് വാഹനത്തിന് വരുന്നത്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഇതിനകത്തും ഒരു ആംബ്രസ്റ്റ് സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഒരു ലക്ഷറിയുടെ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വാഹനത്തിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഹെഡ് റെസ്റ്റുകൾ കാണാം. ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ പിടിക്കാനായിട്ടുള്ള ഗ്രാബ് റെയിൽസ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ തന്നെ ഈ വിൻഡോയുടെ കൺട്രോളുകൾ ഇവിടെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, പവർ വിൻഡോയുടെ കൺട്രോൾ. പക്ഷേ ഫ്രണ്ടിലെ ഡ്രൈവേഴ്സിൻ്റെ ആ ഒരു ഏരിയയിലെ കൺട്രോൾ അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു ന്യൂനത എന്ന് പറയുന്നത്. ന്യൂനതയാണെന്ന് എനിക്കറിയത്തില്ല, കാരണം വെച്ചാൽ ഓരോ കമ്പനിക്കാരെ ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ പ്രത്യേകതകളുണ്ടായിരിക്കും. കാരണം അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരം പറയേണ്ടതാണ്. എന്തായാലും ബാക്കിലെ സീറ്റ്സ് നല്ല കംഫർട്ടബിളാണ്, നീണ്ട് ചാരി നിവർന്ന് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകൾ. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ബാക്കിലെ സീറ്റ്സിൻ്റെ ഒരു കംഫർട്ടബിലിറ്റിയും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ബൊലേറോ നിയോസിൻ്റെ ഏറ്റവും ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ബാക്ക് സീറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി 7 സീറ്ററാണ്. അതായത് 5 പേർക്ക്, 5 അഡൽസിന് കംഫർട്ടബിളും 2 കുട്ടികൾക്കുമാണ് കംഫർട്ടബിൾ ഇരിക്കുക. വലിയ ആൾക്കാർക്ക് ഇരിക്കുക, ഞാൻ ഇരുന്നിട്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ വലിയൊരാളിരിക്കാൻ നമുക്ക് കുറച്ച് ക്രാമ്പിംഗ് ഫീൽ നമുക്ക് വരും. ഓക്കെ, അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് പുറകിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് വിൻസ്ക്രീനിലൂടെ കണ്ട് യാത്ര ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബൊലേറോ നിയോസിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറുമായിട്ടുള്ള വിശേഷങ്ങൾ. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഡ്രൈവിൽ പറയാം. അപ്പോൾ നമ്മൾ മഹേന്ദ്ര ബൊലേറോ നിയോയുടെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് പോവുകയാണ്. അപ്പോൾ വാഹനങ്ങളുടെ വിശേഷങ്ങൾ, എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്കിന്ന് വാഹനം തന്നിരിക്കുന്നത്, ഇന്ന് ആക്ച്വലി കേരള ലോഞ്ചാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഒരാളുണ്ട്, പ്രിൻസ് ചേട്ടൻ. അദ്ദേഹം ആണ് ഈ വണ്ടി കൊണ്ടു തന്നത്. നമ്മുടെ ഡീലറിൻ്റെ പേരൊന്ന് പറഞ്ഞു ചേട്ടാ. നമ്മുടെ വയലാട്ട് ഓട്ടോമൊബൈൽസ് അല്ലേ, കൊച്ചിയിലുള്ള കൊണ്ടന്നൂരുള്ള വയലാട്ട് ഓട്ടോമൊബൈൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് കേരള ലോഞ്ചായിരുന്നു. ഒരുപാട് പേരെ കണ്ടുമുട്ടാനായിട്ട്, ഈ മേഖലയിലുള്ള ഒരുപാട് പേരെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ബൈച്ചേട്ടനെ പോലുള്ള ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചു. ഇപ്പം നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിലേക്ക് പോകാം. വാഹനത്തിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനം ഏറ്റവും പുതിയൊരു വണ്ടി ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്മൂത്ത് റൈഡ് തന്നെയാണ് കിട്ടുന്നത്. എങ്കിലും നമ്മൾ മറ്റേ ബൊലേറോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു റഫ് ടെറൈനിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണല്ലോ ബൊലേറോ എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ ഓടിക്കുന്ന വാഹനങ്ങളാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലും അതിൻ്റെ ഒരു മട്ടിലും ഭാവത്തിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ഫാമിലി ബേസ്ഡ് കാറാണെന്ന് പറയാം അല്ലേ പ്രിൻസ് ചേട്ടാ? അല്ലേ, കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേതാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോലീസിൻ്റെ വാഹനമല്ലാതെ ഇതൊരു കുടുംബങ്ങളിലേക്ക് കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് ഒതുങ്ങുന്ന, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വാഹനത്തിൻ്റെ രൂപകൽപ്പന രീതികളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ വാഹനത്തിന് ഇപ്പോൾ വരുന്നത് 1.5 ലിറ്ററിൻ്റെ ഒരു ഡീസൽ എഞ്ചിനാണ്, ഡ്യുവൽ ടർബോ ചാർജിലാണ് വരുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അത് ഏത് RPMസിലൊക്കെയാണ് അതൊന്ന് ഓൺ ആവുന്നത്? നമുക്ക് ഡ്യുവൽ ചാർജർ വരുമ്പോൾ 1500 RPMലാണ് നമ്മുടെ ചാർജർ ടർബോ ഓപ്പൺ ആവുന്നത്. 2600 RPMിലോട്ട് കയറി കഴിയുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ടർബോ ഓപ്പൺ ആവുന്നത് അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് സസ്പെൻഷൻ മോശമില്ല, നല്ല സസ്പെൻഷനാണ്. മക്സ്ഫേഴ്സിൻ്റെ സ്ട്രട്ടുകളാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഫ്രണ്ടിൽ വരുന്നത്.
അപ്പം നല്ല റോഡിൻ്റെ വിസിബിലിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് SUV വാഹനങ്ങളാകുമ്പോൾ റോഡിൻ്റെ പൊതുവേ വിസിബിലിറ്റി എന്താണെങ്കിലും ഉണ്ട്. എന്നാലും ഈ ഒരു സീറ്റ് പൊസിഷൻ നല്ല കംഫർട്ടബിൾ ആണ്, നമുക്ക് ലോങ് റൈഡ്സിനൊക്കെ നന്നായിട്ട് ഉപകരിക്കുന്ന ഒരു വാഹനമാണ് ഈ ബൊലേറോ നിയോ എന്ന് പറയുന്നത്. പിന്നെ വാഹനം ഇപ്പം നമുക്ക് ഒരു ഗിയർ ബോക്സിലാണ് വാഹനം ലഭിക്കുന്നത് അല്ലേ? ഓട്ടോമാറ്റിക് വന്നിട്ടില്ല, ഓട്ടോമാറ്റിക്. ഓക്കെ, 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോർക്കും പവറും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. നമുക്ക് നേരത്തെ പഴയ വണ്ടിയിലുണ്ടായിരുന്നത് 75 bhp ആണെന്നുണ്ടെങ്കിൽ ഈ വാഹനം 100 bhpയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിന് ഒരു മോഡും കൂടെ ഉണ്ട്, ഒരു എക്കോ മോഡ് എന്ന് പറഞ്ഞ മോഡും ഉണ്ട്. ആ മോഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി 88 bhp പവറിലേക്ക് ലിമിറ്റ് ആവും. അപ്പോൾ കുറച്ചും കൂടെ ഒരു എഫിഷ്യൻസി ഉണ്ട്. പിന്നെ റോഡിൽ അതെ ഫ്യൂൽ കൺസപ്ഷൻ അതെ. പിന്നെ നമ്മൾ റോഡിൽ നമുക്ക് ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിൽ വാഹനം നമുക്ക് ഇലക്ട്രിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഫങ്ഷൻസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈലേജ് പ്രത്യേകിച്ച് 17.2 അല്ലേ, 17.2 ആണ് മൈലേജ് പറയുന്നത്. ഈ ഒരു ഇത്രയും അത്യാവശ്യം 1.5 ലിറ്ററിന് അത്യാവശ്യം നല്ല മൈലേജ് ആണ് ഒരു വാഹനത്തെ നമ്മൾ സംബന്ധിച്ച് പറയുമ്പോൾ. അപ്പം നമുക്ക് ഈ വാഹനം ഒന്ന് കാല് പിടിച്ചെടുത്ത് നോക്കാം. ജസ്റ്റ് ഒരു സിഗ്നൽ പാസ് ആയ റോഡ് കുറച്ച് ക്ലിയർ ആണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് മാറി. ഗിയർ ഒരു ചെറിയ പിടുത്തമുണ്ട്, പിന്നെ ഇതുപോലത്തെ വലിയ SUVകളാകുമ്പോൾ ഒരു ചെറിയൊരു പിടുത്തമുണ്ട്. കുറച്ചുകൂടെ അത് കഴിയുമ്പോൾ ഗ്രാജുവലി അത് മാറിക്കോളും. തേർഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് മനസ്സിലാകും. കാരണം ഒരു 2500 2200 RPM ഒക്കെ കയറുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ പവർ നന്നായിട്ട് ഫീൽ ചെയ്യും. നന്നായിട്ട് അതിൻ്റെ ടബ് ഓണായിട്ട് വാഹനം ഡ്രാഗ് ചെയ്താണ് കയറി പോകുന്നത്. നല്ലൊരു ഇനിഷ്യൽ ഒരു ഫീല്, അല്ലെങ്കിൽ ഒരു കാലം എടുക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് നല്ലൊരു ഫീല് തന്നെയാണ്. പ്രത്യേകിച്ച് സ്മൂത്തർ ആയിട്ടുള്ള റൈഡാണ്. പ്രത്യേകിച്ച് എഞ്ചിൻ ഞാൻ പറഞ്ഞില്ല 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ് വരുന്നത്. 260 Nm ടോർക്ക്. ആ ടോർക്കൊക്കെ നല്ലതായിട്ട് നമുക്ക് ടോക്കിനെസ് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഫാമിലി വാഹനം എന്ന നിലയിൽ, കാരണം നമ്മൾ ഈ ഒരു വാഹനത്തെ കൂടുതലായിട്ടൊരു ഫാമിലി കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ നിലയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മികച്ച ഒരു ഫാമിലി SUV തന്നെയാണ് ഈ ഒരു ബൊലേറോ നിയോ എന്ന് പറയുന്നത്. ഫാമിലികളിലേക്ക് ഒതുങ്ങി, അതുപോലെ തന്നെ ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ അത്യാവശ്യം പവറിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന വാഹനമാണ് ബൊലേറോ നിയോ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വിലയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 8,48,000 മുതലാണ് എക്സ്ഷോറൂം ബേസ് വേരിയൻറ്റിന് വരുന്നത്. മുകളിലോട്ടുള്ള പ്രൈസസ് എല്ലാം ഡിക്ലെയർ ആയി വരുന്നതേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വാഹനം നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിൻ്റെ പവറും ആ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇറ്റാലിയൻ ഇൻറ്റീരിയേഴ്സൊക്കെ ആയതുകൊണ്ട് അതൊക്കെ ഒരു സുഖമുണ്ട്. കൂടുതലായിട്ട് കുറച്ചും കൂടെ ഫെസിലിറ്റീസൊക്കെ വാഹനം ബൊലേറോയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ABS EBD, അതുപോലെ 2 എയർ ബാഗ്, അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ഒരു എബിലിറ്റി ഞാൻ പറഞ്ഞില്ല, കോർണറൊക്കെ എടുക്കുമ്പോൾ ബ്രേക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല ഫെസിലിറ്റീസും ഈ വാഹനം സേഫ്റ്റി സർവീസും കൊടുക്കുന്നുണ്ട്. ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ്. അതുപോലെ ലാഡർ ചേസസിൽ സ്കോർപ്പിയോയുടെ ഷെല്ലാണ് വാഹനത്തിന് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം ഏറ്റവും മികച്ച ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിന് ഞാനൊരു 10-ൽ ഒരു 8.5 മാർക്സൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വാഹനം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന വയലറ്റ് ഓട്ടോമൊബൈൽസ് ആണ്. പ്രിൻസേട്ടനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ മഹീന്ദ്ര ഗ്രൂപ്പിനും, കാരണം ഈ ഒരു ലോഞ്ച് ദിവസം തന്നെ നമ്മളെവിടെ വിളിച്ചത് നമ്മുടെ കേരള സെയിൽസ് ഹെഡാണ്, നമ്മുടെ സുരേഷ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള നന്ദിയും പ്രവീൺ സാറിനോടുള്ള നന്ദിയും ഒക്കെ അറിയിച്ചുള്ളതും. അപ്പോൾ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം RobMyShow. താങ്ക് യു.